അസ്സലാമു അലൈക്കും. റമളാൻ നമ്മളോട് വിട പറയാനായി ദിവസങ്ങൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു റമളാൻ മാസം ഒരു മുഅ്മിനീനെ സംബന്ധിച്ചിടത്തോളം അവനെ കരിച്ചു കളയുക, അവൻ്റെ എല്ലാ മോശപ്പെട്ട അവസ്ഥകളും നിന്നെല്ലാം മോചിതനായി ഇനിയൊരു പുതിയൊരു ഷവ്വാൽ പിറയോടുകൂടി അവൻ്റെ ജീവിതത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ഈ ഒരു റമളാനിൽ നിന്ന് എന്താണ് അവൻ ഉൾക്കൊള്ളേണ്ടത്? ഇനി അടുത്ത ഈ ഘട്ടങ്ങളിൽ, അടുത്ത ഈ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈ റമളാൻ്റെ പരിശുദ്ധതയെ എങ്ങനെ അവന് സൂക്ഷിക്കാൻ കഴിയുക? റമളാൻ ഒരു വിട പറയലിൻ്റെ ഘട്ടത്തിലാണ് റമളാൻ. പക്ഷെ റമളാനിൻ്റെ ആ വിശുദ്ധി നമ്മോട് വിട പറയരുത്. റമളാനിൻ്റെ ആ വിശുദ്ധി ഒരു അടുത്ത റമളാൻ വരെ നീണ്ടു നിൽക്കുന്നതായിരിക്കണം. അതിനായിരിക്കണം ഈ അവസാനത്തെ സമയങ്ങളിൽ നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ. കാരണം അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ള ഈ ഇസ്തിഗ്ഫാറിനെ പരമാവധി പെരുപ്പിക്കേണ്ട ഒരു സന്ദർഭമാണിത്. അപ്പം റമളാൻ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ റമളാനിൽ നമ്മൾ എന്തൊക്കെ ആരാധനകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും, ഈ റമളാനിൽ എത്രത്തോളം നമ്മൾ ഉത്കൃഷ്ടമായ നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്രത്തോളം നമ്മൾ ദാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത്രത്തോളം നമ്മൾ ഇസ്തിഗ്ഫാർ പെരുപ്പിക്കണം, പാപമോചനം. കാരണം ഈ നന്മകൾ ഒരിക്കലും നമ്മളെ അപായപ്പെടുത്തരുത്. കാരണം ഈ ഏറ്റവും വലിയ അപകടകരമായ ഒരു പ്രവർത്തനത്തിൽ കുടുങ്ങുന്ന ആൾക്കാരാണ് ഈ കർമ്മങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തതിൻ്റെയും അല്ലെങ്കിൽ നല്ല അനുഷ്ഠാനങ്ങൾ ചെയ്തതിൻ്റെയും നല്ല പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെയും ബന്ധനങ്ങളിൽ കുടുങ്ങിപ്പോകുന്നവർ. അങ്ങനെയാണ് അധികം ആൾക്കാരും. ഏറ്റവും വലിയ ഉജ്ബ് എന്ന് അതിന് അറബിയിൽ പറയും. അതായത് ഹൃദയത്തിൻ്റെ പല മാരകമായ രോഗങ്ങളിൽപ്പെട്ട രോഗമാണ്. ഹൃദയത്തിനെ ബാധിക്കുന്ന മാരകമായ രോഗങ്ങളിൽപ്പെട്ടതാണ് ഈ ഉജ്ബ്. അത് ഖുർആനും ഹദീസുകളിലൊക്കെ വളരെ അത്രത്തോളം ഭീകരമായ രീതിയിൽ അവർക്കുള്ള ശിക്ഷകളും കാര്യങ്ങളും പറയപ്പെട്ടത്. കാരണം നമ്മൾ കുറച്ച് അമലുകളോ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം ചെയ്തല്ലോ, നമ്മൾ അത്യാവശ്യം ഇത് ചെയ്തു വെച്ചല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം ആരാധനകൾക്ക് ചെയ്തല്ലോ എന്നുള്ള ഒരു അവസ്ഥ മനസ്സിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും. അള്ളാഹുവിന് ഇഷ്ടം അതല്ല. ഒരു വളരെ ആബിദായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഇത്തരത്തിലുള്ളൊരു ഉജ്ബിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടം ഒരു പാപിയായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആ പാപമോചനം തേടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ ഉത്കൃഷ്ടമായൊരു വ്യക്തി ശുദ്ധിയിലേക്കും അവസ്ഥകളിലേക്കും നമ്മൾ പോകുന്നു, അത്രത്തോളം നമ്മൾ ഇസ്തിഗ്ഫാർ പെരുപ്പിക്കുക എന്നാണ്. അപ്പം ഖുർആൻ തന്നെ അതിൻ്റെ ഒരു സൂചനയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അപ്പോൾ അവിടെ പറഞ്ഞെന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദൗത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലെത്തുകയാണ്. ജാഅ നസ്റുല്ലാഹി വൽ അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ ഫത്ഹും ഒക്കെ വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ്, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതും അത്രയും വലിയ നബിയെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ ഒരു രസം കൊള്ളുകയും അതിൽ ആഹ്ലാദിക്കുകയും ചെയ്യാനല്ല അള്ളാഹു പറഞ്ഞു. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, അള്ളാഹുവിനോട് ആ ഇസ്തിഗ്ഫാറിലേക്ക് നിങ്ങൾ പോകുന്നു. അപ്പം നമുക്ക് തോന്നി ഈ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തെറ്റ് ചെയ്താൽ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന്, തെറ്റ് ചെയ്താൽ തീരേണ്ട ഒരു കാര്യമാണ്. അങ്ങനല്ല അത്. അപ്പോൾ തെറ്റ് ചെയ്താൽ അല്ല, നമ്മൾ നന്മകൾ ചെയ്യുന്നിടത്തോളം, നമ്മൾ എത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഇസ്തിഗ്ഫാർ പെരുപ്പിക്കാനാണ് നമ്മൾ ബാധ്യസ്ഥരാവുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇസ്തിഗ്ഫാറിൻ്റെ ഒരു സന്ദേശമാണ് ഈ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് നൽകാനുള്ളത്. പ്രത്യേകിച്ച് രാത്രിയുടെ ആ അന്ത്യയമങ്ങളിലുള്ള ഇസ്തിഗ്ഫാർ. ഇപ്പം റമളാൻ നമ്മളിൽ തീരുന്നതിനനുസരിച്ച്, റമളാനോട് നമ്മൾ വിട പറയാനുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ പോകുന്നതിനനുസരിച്ച് ഈ ഇസ്തിഗ്ഫാർ പെരുപ്പിക്കുകയും അതോടൊപ്പം ഈ ലൈലത്തുൽ ഈദ്, പെരുന്നാളിൻ്റെ രാത്രിയും പെരുന്നാളിൻ്റെ പകലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇസ്തിഗ്ഫാറിലേക്ക് നമ്മളുടെ മാനസികാവസ്ഥയെ. കാരണം ഒന്നാമത് വാക്കുകൾ കൊണ്ടുള്ള ഇസ്തിഗ്ഫാറിനല്ല, ഇസ്തിഗ്ഫാറിൻ്റെ ഒരു മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടാവണം. കാരണം ഇസ്തിഗ്ഫാർ എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്തിൽ നിന്നാണ് നമ്മൾ പാപമോചനം? നമ്മൾ പാപമോചനം എന്ന് പറഞ്ഞാൽ നമ്മളാണ് പാപം, നമ്മളാണ് ഏറ്റവും വലിയ പാപം. ഇപ്പോൾ ആരിഫീങ്ങൾ പറയും വുജൂദുക ദംബുൻ ലാ യുഖാസു ബിഹി ദംബുൻ, നിങ്ങളുടെ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ് ഒരു വലിയ പാപം, അതിനെ തുലനം ചെയ്യാവുന്ന ഒരു പാപമില്ല എന്ന് പറയും. അത് ഒരു ഭാഗമാണ്.
കാരണം നിങ്ങൾ ഒരു ശക്തിയായിട്ട് ഇവിടെ നിൽക്കുന്നതെന്നുള്ള നിങ്ങളുടെ അവബോധം അത് ഏറ്റവും വലിയ അതൊരു ശിർക്കാണ്. ദൈവം എന്നുള്ള അള്ളാഹുവിൻ്റെ ശക്തിയിലേക്ക് നിങ്ങളുടേതായ ഒരു പവറിനെ, നിങ്ങളുടേതായ ഇതിനെ നിങ്ങൾ പങ്കു ചേർക്കണം. ഇതിൽ നിന്ന് മറികടക്കാൻ അള്ളാഹു മനുഷ്യരോട് ഈ ഷിർക്ക് ചെയ്യാതിരിക്കാനും ഷിർക്കിൽ നിന്ന് മറികടക്കാൻ പറഞ്ഞു. അപ്പം ഈ ഷിർക്ക് അള്ളാഹ് പൊറുക്കാത്തൊരു പാപമാണ്. അപ്പം ഈ ഷിർക്ക് നമ്മളിൽ ഉണ്ടായിത്തീരുന്നതിൽ വലിയൊരു കാര്യമാണ് ഈ നമ്മളുടെ അറിവുകൾ, നമ്മളുടെ ചിന്തകൾ, ഈ അവസ്ഥകൾ, ഇതിൽ നിന്ന് നമുക്കുണ്ടായിത്തീരുന്ന ഒരു അഹങ്കാരവും അവസ്ഥയും. ഇതാണ് ഇബ്ലീസിന് അസാസിൽ എന്നുള്ള മലക്കുകളുടെ മൊത്തം ഉസ്താദായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു അവസ്ഥയിൽ അദ്ദേഹം വിരാജിച്ചുകൊണ്ടിരിക്കെ ആദം അലൈഹി ഇസ്ലാം എന്നുള്ള പറഞ്ഞ ഒരു ഖലീഫൻ അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഒരു ഇബാദത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും അറിവിൻ്റെയൊക്കെ അവസ്ഥകൾ നമ്മളിൽ വന്നു ചേരുന്നത്, അതിൻ്റേതായ മാനസികാവസ്ഥകൾ നമ്മളിൽ ചേരുന്നത് നമ്മളിൽ ഉണ്ടാക്കാവുന്നത് ഏറ്റവും വലിയ ഷിർക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ ഷിർക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള നമ്മളുടെ അറിവിലുണ്ടാകുന്ന ഷിർക്കായിരിക്കും. ആ നമ്മളെക്കുറിച്ചുള്ള അറിവിൽ നിന്നാണ് നമ്മൾ ഈ തെറ്റിലേക്ക് പോവുക, ഭീകരമായ ഷിർക്കിലേക്ക് പോവുക. അപ്പം അത് നമ്മളുടെ അടുത്ത് പെട്ടെന്ന്, അപ്പോൾ അതിനാണ് നിരന്തരം നമ്മൾക്ക് ഇത് തെറ്റാണെന്നറിയാത്ത രീതിയിൽ, നമുക്കിതിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാത്ത രീതിയിൽ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങൾ, ഈ പാപങ്ങളിൽ നിന്ന് നിരന്തരം, കാരണം എന്താണ് പാപം എന്നുള്ളതിനെ കുറിച്ച് പോലും നമ്മൾ അജ്ഞരാണെന്നുള്ളത്. അപ്പം അതിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കുക. പൊതുവെ അള്ളാഹുവിൻ്റെ ഖലീഫമാർ, അള്ളാഹുവിൻ്റെ അതത് കാലഘട്ടത്തിലുള്ള പ്രതിനിധികൾ, ഇപ്പം ആദം നബി അലൈഹി സ്വലാമിനെ 4.5 ലക്ഷത്തോളം അല്ലെ 5 ലക്ഷത്തോളം കൊല്ലം ഇബാദത്ത് ചെയ്ത് മലക്കുകളുടെ മുഴുവൻ ഉസ്താദായിരുന്ന ഒരാൾ യസാസിൽ എന്നുള്ള മലക്ക് എന്തുകൊണ്ട് അംഗീകരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ, കാരണം അയാളുടെ അമലുകളും അയാളുടെ ഇൽമുകളുമാണ് അയാൾക്ക് തടസ്സമായി മാറുന്നത്. ഇതേപോലെ നമ്മളുടെ അമലുകളും നമ്മളുടെ ഇൽമുകളും അതത് കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിലെ ആ ആദമിയായ ഒരു ഖലീഫ ഉണ്ടാവും. ആ ഖലീഫയിലേക്ക് മടങ്ങുന്നതിൽ നിന്നും ആ ഖലീഫയിലേക്ക് ചെന്ന് ചേരുന്നതിൽ നിന്നും നമ്മളെ തടയാതിരിക്കട്ടെ എന്നുള്ളതായിരിക്കണം ഈ ഓരോ ഇതിൻ്റെ സന്ദേശവും നമുക്ക്. കാരണം അതല്ലെങ്കിൽ ഇത് അത്ര അപകടം പിടിച്ച, കാരണം നമ്മൾ എങ്ങനെ ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മൾ തേടേണ്ടത് എന്താണ്? അള്ളാഹുവിലേക്ക് മടങ്ങണം. ഈ അള്ളാഹുവിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു ഖലീഫയിലൂടെയും ആ നുബൂവത്തിൻ്റെ അഹ്ലുകാരുടെയും ആ നുബൂവത്തിൻ്റെ വറസത്തുൽ അംബിയായിലൂടെയും അല്ലാതെ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശിത്വത്തിൻ്റെ ആളുകളിലൂടെ അല്ലാതെ നമുക്ക് കഴിയില്ല. അപ്പം അതെങ്ങനെ ലഭ്യമാകും എന്നതിനുള്ള അറിവ് നമ്മളിലേക്ക് വരണം. ആ അറിവില്ലാത്തതാണ് അധികം ആളുകളെയും കുഴക്കുന്ന പ്രശ്നം. അപ്പോൾ ആ അറിവെ നമ്മളുടെ ഇസ്തിഗ്ഫാറിനെ സൃഷ്ടിക്കുള്ളൂ. അപ്പം ആ ഇസ്തിഗ്ഫാറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂടുതൽ ഉത്കൃഷ്ടമായ അവസ്ഥകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. എത്രത്തോളം ഉത്കൃഷ്ടമായ അവസ്ഥകളിലേക്ക് പോകുന്നു അത്രത്തോളം നമ്മൾ ഇസ്തിഗ്ഫാർ. അതുകൊണ്ടാണ് അള്ളാഹു ഹദീസിൽ പറഞ്ഞത്, നിങ്ങൾ ഒരു പാപം ചെയ്യാതെ വളരെ നല്ല ആൾക്കാരായിട്ട് വളരെ വിശുദ്ധരായിട്ട് നിങ്ങളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ തകർത്തിട്ട് അള്ളാഹു വേറെ സമൂഹത്തെ കൊണ്ടുവരും. അവർ തെറ്റ് ചെയ്യുകയും അങ്ങനെ അവർ ഇസ്തിഗ്ഫാർ ചെയ്യുകയും. അപ്പം നമ്മൾ നശിപ്പിക്കപ്പെടാതെ, നമ്മൾ അള്ളാഹുവിൻ്റെ ക്രോധത്തിന് പാത്രീഭൂതരാവാത്തൊരു സമൂഹമായി നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള അഹങ്കാരങ്ങളിൽ, അഹന്തയിൽ നിന്നും കിബിറിൽ നിന്നും രക്ഷപ്പെടാം. ഈ കിബിർ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ അത്ര മൈന്യൂട്ടായ ചില വിഷയങ്ങളാണ്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷ നമ്മൾ പറഞ്ഞാൽ കൊറോണയുടെ ഒരു അവസ്ഥയൊക്കെ പോലെ, അതായത് അത് ഒരു ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചു. അത് പക്ഷേ ആ ഒരു അണു എന്ന് പറഞ്ഞാൽ അത്ര നമ്മളുടെ എത്രയോ ലക്ഷങ്ങളുള്ള ഒരു കൊറോണൻ്റെ വൃന്ദം രൂപപ്പെട്ട് കഴിഞ്ഞാലും അതിനൊരു വസ്തുവായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും വലിയൊരു സാധനം ലോകത്ത് മുഴുവൻ സ്തംഭിപ്പിച്ചു. അതേപോലെ നമ്മളെ മുഴുവൻ സ്തംഭിപ്പിക്കാൻ എന്ത് മതി? അത്ര ചെറിയ ഒരു ഹൃദയത്തിൻ്റെ അടുത്തിട്ടുള്ളൊരു പാപമാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകളൊക്കെ നമ്മളിങ്ങനെ പറയും, എന്താണ്, അണുമണി തൂക്കം കിബറുള്ളവൻ സ്വർഗത്ത് കിടക്കൂല എന്ന് പറയും. അപ്പം ആ ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഷിർക്ക്. ഈ ഷിർക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുദൈവത്വം എന്ന് പറയും. ബഹുദൈവത്വത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇലാഹുകളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലാഹുകളെ പുറത്താക്കണം. അപ്പോൾ ആ ഇലാഹ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇച്ഛ, അഫമനിത്തഖദ ഇലാഹു ഹവ, നിങ്ങളെ ഇച്ഛയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞു. ആ ഇച്ഛ എന്ന് പറയുന്നത് ഒരു ഇലാഹാണ്. ആ ഇലാഹ് നമ്മളുടെ എല്ലാ ഇതിലും നിന്നും, ഈ ഇലാഹുകളിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. അപ്പോൾ ഈ റമദാൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം, റമദാനിൻ്റെ ബാക്കി ഭാഗങ്ങളും
റമദാൻ കൊണ്ടുണ്ടായ എന്തെങ്കിലും ആത്മീയാവസ്ഥകളിൽ നമ്മൾ അഭിരമിക്കാതിരിക്കുകയും അതോടൊപ്പം അതിൻ്റെ ശേഷമുള്ള സമയങ്ങളും അള്ളാഹു എന്നിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ വന്നുപോയി, എന്നിൽ നിന്ന് പാപങ്ങൾ വന്നുപോയി, ഞാൻ എന്നിലേക്ക് മടങ്ങുന്നു, അതിലുള്ള ആ ഒരു 99 ആളെ കൊന്ന ആള് ഒരു ഷെയ്ഖിനെ തേടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മജ്ലിസുകൾ തേടി പോകുന്നു. അപ്പം അയാൾ ആ 100ാമത്തെ ആളെ കൊന്നിട്ട് ആണ് അയാൾ പിന്നെ ഇതിലേക്ക് പുറപ്പെടുന്നത്. പക്ഷേ അയാളുടെ അതിലേക്കുള്ള ആ മുന്നിടലത് മാത്രം കുറഞ്ഞ ഇതായതുകൊണ്ട് അയാളെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഏറ്റെടുത്തു, അദ്ദേഹത്തെ രക്ഷപ്പെട്ടു. അപ്പം അതേപോലെ ആയിരിക്കണം എപ്പോഴും ആ പാപമോചനത്തിലേക്കുള്ള അന്വേഷണമായിരിക്കണം നമ്മളെ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കേണ്ടത്.